വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി. മലയോര ജനതയുടെ ഉപജീവനം മുട്ടിക്കാൻ കാട്ടുമൃഗങ്ങൾ മാത്രമല്ല സർക്കാരും ചിന്തിക്കുന്നു. കാർബൺ ഫണ്ട് കൈക്കലാക്കാൻ മലയോര ജനതയെ കുടിയിറക്കുന്നുവെന്നും പാമ്പ്ളാനി വിമർശിച്ചു. വന്യമൃഗശല്യം തടയണമെന്നാവശ്യപ്പെട്ട് സണ്ണി ജോസഫ് MLA ഇരിട്ടിയിൽ നടത്തുന്ന ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോസഫ് പാമ്പ്ളാനി. ആർല ഫാമിൽ ഇനിയും ആദിവാസികൾ കൊല്ലപ്പെട്ടാൽ ഭരണത്തിലിരിക്കാൻ സർക്കാരിന് അവകാശമില്ലെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി. ആദിവാസികളെയും മലയോര കർഷകരെയും വന്യമൃഗങ്ങൾക്ക് ഭക്ഷിച്ചു തീർക്കാനുള്ള ഇരകളായാണ് സർക്കാരുകൾ കാണുന്നതെന്നും മലയോര കർഷകരെ നിശബ്ദമായി കുടിയിറക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ ആറളം ഫാമിൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ സർക്കാർ അവരെ കൊലയ്ക്ക് കൊടുക്കാനുള്ള തീട്ടൂരമാണോ നൽകിയത് എന്ന് ന്യായമായും നാം സംശയിക്കേണ്ടി വരും. കാരണം ഇത്രയും ആദിവാസികളുടെ ജീവൻ പൊലിഞ്ഞിട്ട് ചെറുവിരൽ പോലും അനക്കാൻ സർക്കാർ, അത് കേരളം ഭരിക്കുന്ന സർക്കാരാകട്ടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാകട്ടെ സന്നദ്ധമായിട്ടില്ല. കേവലം ഏതെങ്കിലും ഒരു മുന്നണിയെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ അല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും ആത്യന്തികമായി ഈ മലയോര കർഷകരോടുള്ള മനോഭാവം എന്ത് എന്ന് ഞങ്ങൾ പലവട്ടം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നത്. ജനങ്ങൾ മരണഭീതിയുടെ നിഴലിലാണ്. ആർലത്തെ ആനമതിൽ നിർമ്മാണം ഇഴയുന്നത് സർക്കാരിന്റെ കൃത്യവിലോപമാണെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വന്യമൃഗശല്യം തടയുന്നതിന് കർശന നടപടി ആവശ്യപ്പെട്ട് ഇരിട്ടിയിൽ പേരാവൂർ MLA സണ്ണി ജോസഫ് നടത്തുന്ന ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ്. ഇബ്രാഹിം മുണ്ടേരി അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ കരീം ചേലേരി, അഡ്വക്കേറ്റ് KA ഫിലിപ്പ്, മാത്തുകുട്ടി പന്തപ്ലക്കൽ, അഡ്വക്കേറ്റ് റോജർ സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, PN ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.